ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനകീയ കോടതി എന്നുള്ള 24 ന്യൂസിന്റെ ഒരു പ്രോഗ്രാമിൽ മൈത്രേയനും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറും പങ്കെടുത്ത ഒരു പ്രോഗ്രാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ആളുകളെയും വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഏരിയ. അതിനെക്കുറിച്ച് അതൊന്ന് കാണാം. അതുപോലെ തന്നെ അതിനോടുള്ള പ്രതികരണം അറിയിക്കുക എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ആ ഒരു ചർച്ച കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും മൈത്രേയന്റെ ആ ഒരു രീതി. കാരണം അയാൾ പറയുന്നത് രാഹുൽ ഈശ്വർ ഇപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ 10ഓളം റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. എൻ്റെ വാദം ശരിയാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ 10ഓളം റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഹാർവാർഡിലെയും ഒക്കെ ഉള്ള റിസർച്ച് പേപ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ മൈത്രേയൻ പറയുന്നത് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. ഞാൻ പറയും, അത് എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ വായിൽ തോന്നുന്നത് ഞാൻ പറയും എന്നുള്ളതാണ്. അതെ, ട്രസ്റ്റ് മീ ബ്രോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രമാണം എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്കാണ് അയാൾ സംസാരിക്കുന്നത്. പലപ്പോഴും കുറച്ചൊന്ന് ടോണ് മാറ്റിക്കൊണ്ട് കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചാൽ സംവാദം വിജയിച്ചു എന്നൊക്കെ വിചാരിക്കുന്ന കുറേ ഫാൻസും അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പൊതുവിൽ അയാളുടെ ഈ ഇൻ്റർവ്യൂകളിലൊക്കെ എന്ന് വെച്ചാൽ ചോദിക്കാൻ വരുന്ന ആളുകൾ വളരെ വിനയാന്വിതരായിട്ട് പിന്നെ അയാൾ പറയുന്ന രാജാവിൻ്റെ കഥയിലുള്ള പ്രജകളെപ്പോലെ ഇങ്ങനെ ആയിക്കോട്ടെ ശരി എന്ന് അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആളുകളുടെ മുമ്പിൽ അയാൾക്ക് ഇങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. അതല്ലാതെ കുറച്ചൊരു എതിർ ചോദ്യം വരുമ്പം മറുഭാഗത്ത് എന്തെങ്കിലും വരുമ്പോഴേക്ക് താനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ മതി എന്ന ഒരു പണ്ടത്തെ രാജാവിൻ്റെ കാലത്തുള്ള ആ സ്വഭാവം ഇടക്കിടയ്ക്ക് മൂപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തെടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിൽ ഈ ആധുനികതയുമായി ബന്ധപ്പെട്ടു. ഇയാൾ ആധുനിക പൗരനാണെന്നാണ് പറയാറുള്ളത്. ആധുനികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെയൊക്കെ വാദം എന്ന് പറഞ്ഞാൽ ഈ കാലം മാറുന്നതിനനുസരിച്ച്, കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മനുഷ്യൻ കൂടുതൽ ആധുനികനാകും, കൂടുതൽ നന്മയുള്ളവനാകും എന്നുള്ളതാണ് ഇവരുടെ വാദം. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പണ്ട് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് യുദ്ധങ്ങൾ കുറവാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ അവർ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും ഒരു കോമഡിയാണ് സത്യം പറഞ്ഞാൽ. മുമ്പ് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഈ മുഹമ്മദ് ഖാനുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ച ഒരു സംഭവം ഉണ്ടല്ലോ. അതിൽ മുഹമ്മദ് ഖാൻ കാര്യമായിട്ടുള്ളൊരു വാദമായി പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ യുദ്ധങ്ങളിൽ ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് യുദ്ധങ്ങൾ ഉണ്ടാവില്ല ഒരിക്കലും. ഞാൻ ചോദിച്ച യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഒരു നിലക്ക് യുദ്ധം ഉണ്ടാവില്ല, ഉറപ്പാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ആ സംസാരം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി. അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ്, ഇപ്പം അവസാനം നമ്മൾ ഈ മൈത്രേയന്റെ സംസാരത്തിന് ശേഷം ഇറാൻ ഇസ്രായേൽ എന്ന് പറയുന്ന 3ാമത്തെ യുദ്ധം കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലോകത്തെ യുദ്ധങ്ങൾ നടക്കുക എന്നുള്ളത് സംഭവിക്കുന്നൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷെ ഇവരെന്ത് ചെയ്യും, അതൊക്കെ മാസ്ക് ചെയ്തുകൊണ്ട് ഒരു യുദ്ധമൊന്നും ഇല്ലാത്തൊരു കിനാശേരിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. യുദ്ധമില്ലാത്ത, അതിർത്തികളില്ലാത്ത ഒരു ലോകമാണ് വരുന്നത്. നമുക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ യുദ്ധം കുറയാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിർത്തികൾ അത് അപ്രസക്തമാവുകയാണ് വേണ്ടത്, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ അതല്ല റിയാലിറ്റി എന്നുള്ളതാണ് ശരിക്കും നമ്മൾ പറയുന്നത്. ആദ്യം ആ വീഡിയോയിലേക്ക് കടക്കാം. അതെ അതെ, തനിക്ക് ഈ വിഷയം ഒന്നും അറിഞ്ഞുകൂടാതെ ഇവിടെ നിന്നിട്ട് എന്റെ അടുത്ത് ആകത്തില്ല. അല്ല ശ്രീ മൈത്ര, ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചോദിച്ചു മനസ്സിലാക്ക്. അല്ല, ചോദിച്ചു മനസ്സിലാക്കാനുള്ള കാര്യമല്ല ഇത്. അല്ല, അപ്പൊ പിന്നെ ഇയാൾക്ക് തീരുമാനം ഇവിടെ ഉള്ളത്. എനിക്ക് ഈ വിഷയത്തിനകത്തുള്ളത്, താങ്കളുടെ സ്വപ്നത്തിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ മാറ്റി വിശാലമായ എനിക്ക് നല്ല വിവരമുള്ള ആളാണ്. മണ്ടത്തരമാണ്. അപ്പോൾ എനിക്ക് നല്ല വിവരമുള്ള ആളാണ്. അപ്പോൾ ഇത് ശരിക്കും ആലോചിച്ചൊക്കെ ഒരു ചർച്ചയിൽ ഒരാൾ പറയണം ഞാൻ പറയുന്നതാണ് ശരി, എനിക്ക് ഭയങ്കര വിവരമുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്നത്, ഇതെന്ത് ജനാധിപത്യമാണ്? ഇവർ ഭയങ്കര ജനാധിപത്യ ആധുനികതയൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ. എന്ത് ജനാധിപത്യമാണിത്? ഞാൻ പറഞ്ഞോളൂ. ഞാൻ നിലവാരം നോക്ക്, അതെ, ആ സംസാരത്തിന്റെ നിലവാരം. ഞാൻ വലിയ വിവരമുള്ളവനാണ്, നീയൊക്കെ താഴ്ന്നവനെന്നുള്ള. അല്ല, ശരിക്കും നമ്മൾ സാധാരണ പറയുന്നത് കുറച്ച് വിവരമുള്ള ആൾ ആദ്യം അയാൾ മനസ്സിലാക്കുക തനിക്ക് വിവരം കുറവാണെന്നുള്ളതാണ്. ഈ ഡണ്ണിങ് ക്രഗർ എഫക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ എത്രത്തോളം നമുക്ക് വിവരം കൂടുന്നു അത്രത്തോളം എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു വിവരമാണ് കൂടുതലായിട്ട് വരിക. കാരണം അത്രത്തോളം വിശാലമാണ് ഈ ലോകത്തുള്ള അറിവ് എന്ന് പറയുന്നത്. പക്ഷെ ഒരാൾ സ്വയം എനിക്ക് അറിവുള്ളവനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾക്ക് കുറച്ച് കുറവുണ്ട് എന്നാണ് പൊതുവിൽ മനസ്സിലാക്കുക. എനിക്ക് നല്ല വിവരം അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോൾ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്ക്. ആണ്ട ഇത് ഇയാളെ സ്ഥിരം ഇതാണ്, എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമ്മളെ ആണെങ്കിലും മൈത്രേനായിട്ട് ഇരിക്കുമ്പോൾ ഇവരോട് പറഞ്ഞ ഞാനായിട്ട് സംവാദം നടത്താനൊന്നും ഇവിടെ ആരുമില്ല, വേണമെങ്കിൽ എന്നോട് ചോദിച്ച് മനസ്സിലാക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ തന്നെ പോലെയുള്ള മണ്ടന്മാർ
താനൊന്നും ഒന്നുമല്ല. ഇതൊക്കെ പറയുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഇതെന്തൊരു നിലവാരമില്ലാത്ത വർത്താനാണെന്നാണ് തോന്നുക. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര മൈത്രേയൻ ഭയങ്കര സംഭവമാക്കിയിരിക്കുന്നു, മൈത്രേയൻ ഹഷ്മിയെ തറവറ്റിച്ചിരിക്കുന്നു, രാഹുൽ ഈശ്വറിനെ തറവറ്റിച്ചിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കുറേ ഫാൻസ് ഇയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ നിലക്ക് നല്ലൊരു ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ടത്തെ രാജാവിൻ്റെ കാലത്തുള്ള പ്രജകളെ പോലെയുള്ള കുറേ ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇയാൾ എന്തായാലും വിജയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആരാധകരുടെ നിലവാരം അപ്പൊ തന്നെ മനസ്സിലാക്കാം. ഇത് ചോദിച്ചു മനസ്സിലാക്കാനില്ല. അത്രയാണ്. ചോദ്യം. അപ്പൊ പിന്നെ ഇല്ല ഇല്ല ഇത് ചോദിച്ചു അതിൽ ഹാഷ്മി അങ്ങനെ പറയാൻ കാരണം ഇത് ചോദിച്ചു മനസ്സിലാക്കാനില്ല എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിൽ നിന്നല്ല, അതെ, അതെ. നേരെ മറിച്ച് ഇതൊരു റിയാലിറ്റിയാണ്. ഇത് അപ്പോഴാണ് ഹാഷ്മി പറഞ്ഞത് നിങ്ങളുടെ ഈ സ്വപ്നം. ഉം. അപ്പൊ മുമ്പ് സ്വപ്നമല്ല, എനിക്ക് നല്ല വിവരമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. അല്ല, ഹാഷ്മി അവിടെ പറയുന്നത് വെച്ചാൽ ഇത് ചോദിച്ചു മനസ്സിലാക്കാൻ മാത്രമല്ല, ഇത് പൊതുവെ ഇതൊരു റിയാലിറ്റി നമ്മൾ നമ്മളെല്ലാം കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു- യുദ്ധങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, അത് കൂടുതൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു, അതൊരു റിയാലിറ്റി ആണല്ലോ എന്നുള്ള നിലക്കാണ് പറയുന്നത്. പക്ഷെ അത് ഹാഷ്മി അത് പറയാൻ പാടില്ല. മൈത്രേയൻ ഇത് പറയാം, എന്ത് എനിക്ക് വിവരമുണ്ട്, ഞാൻ പറഞ്ഞ കേട്ടാൽ മതി, അത് ചോദിച്ചു മനസ്സിലാക്കാനൊന്നും ഇല്ല എന്ന് മൈത്രേയന് പറയാം. ഹാഷ്മിക്ക് അത് പറയാൻ പാടില്ല, ഹാഷ്മിക്ക് വിവരമില്ലല്ലോ, മൂപ്പർക്ക് മാത്രമാണ് വിവരമുള്ളത്. ഇതെന്തൊരു ജനാധിപത്യമാണ്, എന്ത് ചർച്ചയാണ്, എന്തൊരു ജനാധിപത്യ സംസ്കാരമാണ് എന്നുള്ളതൊക്കെ ആധുനിക പൗരന് ഒരു ജനാധിപത്യ ബോധമില്ല. ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ്. മൈത്രേയൻ താൻ ഈ പറഞ്ഞിരിക്കുന്നത് കഠിനമായ വിശ്വാസികളുടെ ലക്ഷണമാണ്. എനിക്കിനി ചോദിച്ചു മനസ്സിലാക്കാനില്ലെന്ന്. ശ്രീ മൈത്രേയൻ ഇതാണ് ഇയാൾ തൊട്ടു മുമ്പ് ചെയ്തത്. അതെ. അതായത് എനിക്കൊന്നും മനസ്സിലാക്കാൻ, എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും മനസ്സിലാക്കാനില്ല, ഞാനൊന്നും പഠിക്കില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, എനിക്ക് നല്ല വിവരമുണ്ട്. വിവരമുണ്ട് എന്നുള്ളതാണ് ഇയാൾ തൊട്ടു മുമ്പ് എടുത്ത സ്റ്റാൻഡ്. അതെ. അപ്പൊ ഇയാൾ ഇപ്പൊ പറയണേ അതൊന്നുമില്ല, എനിക്ക് പിന്നെ ഒന്നും മനസ്സിലാക്കാനില്ല എന്ന് പറയുന്നത് വിശ്വാസിയുടെ അന്ധവിശ്വാസിയുടെ ഒരു സ്റ്റാൻഡാണ്. അപ്പൊ ഇയാളാണെങ്കിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസി ആരാണ്? അതായത് സ്വന്തം വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം വിചാരിച്ചു വെച്ചിട്ടുള്ള കുറെ സ്വപ്നങ്ങളിൽ അഭിരമിക്കുന്ന ഒരു നല്ലൊരു അന്ധവിശ്വാസിയാണ് മൈത്രേയൻ എന്നുള്ളതാണ് ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ്. ഒരു മിനിറ്റിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നേരെ തയ്ച്ച് പറഞ്ഞിട്ടുള്ളത്. ഉൾട്ട പറഞ്ഞു. പറയാം. ആർക്കറിയാവുന്ന കാര്യമാണ്. തനിക്ക് വിവരമില്ലെന്ന് പറ. യാഥാർത്ഥ്യം അതിർത്തികളാണ്. എന്ത് യാഥാർത്ഥ്യം അതിർത്തികളാണ്. ചോദിക്കട്ടെ. യാഥാർത്ഥ്യം ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധമാണ്. യാഥാർത്ഥ്യം ഇന്ത്യ പാകിസ്ഥാൻ ഫേസ് ഓഫ് ആണ്. അപ്പൊ ഇതില് അയാള് പിന്നെ ഹഷ്മി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് യുദ്ധമില്ലാത്തൊരു കിണാശരിയാണ് ഇയാൾ പറയുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഈവൻ ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം വരെ കടന്നുപോയി. അതേപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഈവൻ നമ്മൾ പ്രധാനമായിട്ട് റഷ്യ ഉക്രൈൻ, അതുപോലെ തന്നെ ഇസ്രായേൽ ഫലസ്തീൻ, ഇന്ത്യ പാകിസ്ഥാൻ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പറയാം. പക്ഷേ ഇതേ സമയത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. അർമേനിയ, അസർബൈജാൻ, അതുപോലെ തന്നെ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, സുഡാനിൽ, അതുപോലെ തന്നെ സൊമാലിയയിൽ, സൊമാലിലാൻഡിൽ, അതുപോലെ തന്നെ നൈജീരിയയിൽ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ ഈവൻ ന്യൂസ് പോലും ആവാതെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ യുദ്ധമില്ലാത്ത ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയാണ് ഹാഷ്മി പറഞ്ഞത് ചോദിച്ചു മനസ്സിലാക്കാനൊന്നും ഇല്ല. കുറച്ചൊക്കെ ഒരു ജിയോ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മൊത്തം കോൺഫ്ലിക്റ്റ് ആണ്. ഈവൻ ലോകമഹായുദ്ധം 3 കുറിച്ചാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് തുടങ്ങിയെന്ന് വരെ അഭിപ്രായമുള്ളവരുണ്ട്. എന്നിട്ടാണ് ഇയാൾ യുദ്ധമില്ലാത്ത സംഭവമാണെന്ന് പറഞ്ഞത്. താൻ അല്പമെങ്കിലും സ്വല്പമെങ്കിലും ബുദ്ധിയുള്ളവരുത്തനാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ആ അതിർത്തി എവിടെ പോയി? മൈസൂർ ടിപ്പു സുൽത്താനും കേരളവും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ യുദ്ധം ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ യുദ്ധമില്ല. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇഷ്യൂ വരുന്ന സമയത്ത് തമിഴിനും മലയാളിയായിട്ട് സംസാരിക്കുമല്ലോ. യുദ്ധമുണ്ടോ? യുദ്ധമില്ല. കാവേരിയും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും അടക്കിടുന്നുണ്ടല്ലോ. യുദ്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് പഞ്ചാബ് വരെ യുദ്ധമില്ലാതായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് യുദ്ധം പറയുന്നത്. കാലം എന്താണ് ഇപ്പൊ ഇവിടെ നോക്ക്. അല്ല മൈത്രൻ അങ്ങനെ പറയല്ലേ. മൈത്രൻ എന്നോട് ഇയാൾ ചോദിച്ചു, ഇയാൾ പറഞ്ഞു കഴിഞ്ഞാണ് മിണ്ടരുത്. അയാളൊരു പോയിന്റ് മേക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് 1000 യുദ്ധം ചെയ്യേണ്ടിയിരുന്ന ഒരു ലോകമായിരുന്നത്. ആ സ്ഥലത്ത് നിന്ന് ആ യുദ്ധങ്ങൾ ഒഴിവായിപ്പോയി. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ഫ്രഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ആ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ 28 രാജ്യത്തിനകത്ത് നടന്നു പോവാം. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു. അപ്പോൾ ഇയാൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് മേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ആൾ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആണ്. അതായത് ഇന്ത്യ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇപ്പം എന്താണ് ഒറ്റ ഒരു യൂണിയൻ ആയതോടുകൂടി കന്യാകുമാരി മുതൽ പഞ്ചാബ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടന്നു പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു അതിർത്തികൾ അപ്രസക്തമായൊരു അവസ്ഥ ഉണ്ടായി. എങ്കിൽ അയാൾ മേക്കുന്ന പോയിന്റ് ഇതാണ്, എങ്കിൽ
ലോകം മുഴുവൻ അതേപോലെ ആവും. എന്ത് ചെയ്യും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിർത്തികൾ പ്രസക്തമായി ലോകം മുഴുവൻ ഒരു ആ നിലക്കുള്ള ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളൊരു പോയിന്റാണ് അയാൾ മേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിലെ വീണ്ടും അവിടെ എതിർ ചോദ്യങ്ങളോ എതിർ സ്വരങ്ങളോ ഒന്നും അയാൾ എടുക്കുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ അവിടെ മറു ചോദ്യം എന്താന്ന് ചോദിച്ചാൽ ഇത് ഒരു ലീനിയർ ആയ ഒരു സംഭവമാണോ എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ തന്നെ അതിർത്തികൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണോ ചെയ്യുക, അതിർത്തികൾ അപ്രസക്തമാവുകയാണോ ചെയ്യുന്നത്, അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണോ? ഈ പറഞ്ഞ കാര്യം ചിലപ്പോൾ പല ആളുകൾക്ക് കൺവിൻസിങ് ആയിരിക്കും. കാരണം കുറെ അതിർത്തികൾ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. ഇപ്പം പറഞ്ഞ എക്സാമ്പിൾസ് മാത്രം വെച്ച് നോക്കുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന അതെ, കോൺഫ്ലിക്റ്റുകൾ കുറഞ്ഞു എന്നുള്ളതാണ്. അതിർത്തികൾ കുറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ ഇനി ഒരു രാജ്യാതിർത്തി കാണണമെങ്കിൽ കാശ്മീരിലേക്ക് എത്തണം, അല്ലെങ്കിൽ പഞ്ചാബിലേക്ക് എത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ശരിയാണല്ലോ അല്ലെ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ ഭാഗത്ത് ശരിയാണ്. പക്ഷെ ഇന്ത്യ തന്നെ എടുക്കുകയാണെങ്കിൽ ആദ്യം ഒരുപാട് നാട്ടുരാജ്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ മുഗളന്മാർ വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ചങ്ക് പിന്നെ ഭരിച്ച ആളുകൾ എന്ന നിലക്ക് മുഗൾ എംപയറിനെ മാത്രം എടുക്കുകയാണെങ്കിൽ പോലും, അതിനു മുമ്പും പല എംപയറുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുഗൾ എംപയർ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഭരിച്ച ഈവൻ പാകിസ്ഥാനും ഇന്നത്തെ പാകിസ്ഥാനും ഇന്ത്യയും അടക്കമുള്ള വലിയ ഒരു ലാൻഡിന്റെ വിസ്തൃതി മുഗളന്മാർ ഭരിച്ചിരുന്നു. അത് അപ്പോൾ നമുക്ക് പറയാം ഓക്കെ, അതിർത്തികളെ മുഗളന്മാര് ദുർബലമായതോടുകൂടി എന്താ സംഭവിച്ചത്? വീണ്ടും അതിർത്തികൾ റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ മുഗളന്മാര് ഭരിച്ച അത്രയും ഭാഗം ഇപ്പൊ അതിർത്തികൾ ഇല്ലാതുണ്ടോ? ഇല്ല. ഇപ്പൊ പല സ്ഥലത്തും അതിർത്തി. അതിനുശേഷം മുഗളന്മാരുടെ ദുർബലതയ്ക്ക് ശേഷം പല ആളുകൾ വന്നു, പല നാട്ടുരാജ്യങ്ങൾ വന്നു, പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായി. അതിനുശേഷം ബ്രിട്ടീഷ് ഇന്ത്യ വന്നു, അപ്പൊ അവിടെ വേറെ മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് പോരാടിയിരുന്ന ഇന്ത്യക്കാർ ഇന്ന് 3 രാജ്യങ്ങളാണ്. ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരോട് ഇന്ത്യക്കാരായി പോരാടിയിരുന്ന ആളുകൾ ഇപ്പൊ 3 രാജ്യങ്ങളിലാണ് ഉള്ളത്. അപ്പൊ അവിടെ അതിർത്തി കൂടിയോ കുറഞ്ഞോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പല നിലക്ക് മാറി വരുന്നതാണ്. ഇത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഇത്രയും വലുതാണ് അതിർത്തി എന്നൊക്കെ പറഞ്ഞ ആള് ഈ പിന്നെ നമ്മുടെ ജനകീയ കോടതി വന്ന് അതിൻ്റെ ആ വീഡിയോ വന്ന് 2 ദിവസത്തിനുള്ളിലാന്ന് തോന്നുന്നുണ്ട് അയാളൊരു പോസ്റ്റ് ഷെയർ ചെയ്തത്. അതായത് കോൺഗ്രസ് MP ആയിട്ടുള്ള DK സുരേഷിന്റെ ഒരു പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യ ഒരു പ്രത്യേക രാജ്യമായി മാറണം എന്ന് വെച്ചാൽ ആ ഒരു ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആ ഭാഗം വരെയുള്ള ഭാഗം, കേരളം മുതൽ ആ ഒരു ഭാഗം ഒരു ദക്ഷിണേന്ത്യ ഒരു പ്രത്യേക രാജ്യമായി മാറണം എന്നുള്ള ഒരു കാര്യത്തെ ആര് ചെയ്യാണ്? ആര് സപ്പോർട്ട് ചെയ്യും? മൈത്രേൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ഷെയർ ചെയ്യാണ് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാൻ. മിനിയാന്ന് അതിർത്തി മായണം അല്ലെങ്കിൽ അതിർത്തി ഇല്ലാതാകും എന്ന് പറഞ്ഞ ആള് ഇന്ന് കൂടുതൽ അതിർത്തിക്ക് വേണ്ടിയിട്ട്, അതായത് ഇയാൾ പറഞ്ഞത് കന്യാകുമാരി മുതൽ പഞ്ചാബ് വരെ പോകാൻ പറ്റുന്നല്ലേ, ഇയാൾ പറഞ്ഞ ഈ കാര്യം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് വരെ എത്തൂല, ആന്ധ്രാപ്രദേശിലോ കർണാടകയിലോ നിൽക്കും. അപ്പൊ ഇയാളുടെ പറയുന്ന വാദങ്ങൾക്ക് ഇയാൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മറുപടി പറയുന്നുണ്ട്, സെൽഫ് ഗോൾ അടിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ ഒരു പൊളിറ്റിക്കൽ കോസിനെയല്ല ഞാൻ പറയുന്നത്, അത് തീർച്ചയായിട്ടും അതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ദക്ഷിണയോട് കാണിക്കുന്ന ഒരു പിന്നെ ഒരു അനീതിയും മറ്റു കാര്യങ്ങളും അയാളുടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇയാൾ തന്നെ പറഞ്ഞ അതിർത്തികൾ ഇല്ലാതാകും എന്ന് പറഞ്ഞ് അതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ദക്ഷിണേന്ത്യ കൂടുതൽ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുക, ചരിത്രത്തിൽ ഉടനീളം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അതിർത്തികൾ ഒറ്റ ലീനിയർ ആയിട്ട് ഇങ്ങനെ അതിർത്തികൾ ഇല്ലാതായി വരുന്നതാണോ നമുക്ക് കാണുന്നത്? അതല്ല, പല നിലക്ക് അതിർത്തികൾ ചിലപ്പം വരും, ചിലപ്പം കൂടും, ചിലപ്പം കുറയും. അങ്ങനെയാണോ നമ്മൾ നോക്കുക? ഇപ്പോൾ USSR അപ്പം വലിയൊരു സാമ്രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അത്രയും വലിയൊരു വിസ്തൃതിയായിരുന്നു. അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇതെല്ലാം അടങ്ങുന്നതായിരുന്നു. അപ്പം അന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഏറ്റവും പിന്നെ ഇടതുഭാഗത്തുനിന്ന് വലതുഭാഗം വരെ ഈ മൈത്രേയൻ പറഞ്ഞ മാതിരി ഒരു ഇതും ഇല്ലാതെ നടന്നു വേണമെങ്കിൽ പോകാം. പക്ഷെ ഇന്ന് അതേ സോവിയറ്റ് യൂണിയൻ ഇന്നെന്താണ്? ഏകദേശം 15ഓളം കഷ്ണങ്ങളാണ്, 15 രാജ്യങ്ങളാണ്, സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളാണ് ഈ 15. അതിൽ തന്നെ ചിലത് യുക്രൈനും റഷ്യയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒറ്റ രാജ്യമായിരുന്നു. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒറ്റ രാജ്യമായിരുന്നു. ഇന്നത് പല കഷ്ണങ്ങളാണ്, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്റ്റിലിറ്റീസ് ഉള്ള തരത്തിൽ വരെ, വലിയ യുദ്ധം നടക്കുന്ന രൂപത്തിൽ വരെ ആണ്. അപ്പം അവിടെ അതിർത്തി ഉണ്ടായോ? ചോദ്യമാണ്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന അതിർത്തി കൂടുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് വലിയ ഒരുപാട് പിന്നെ സ്ഥലം ഭരിച്ചിട്ടുള്ള ഒരു എംപയറാണ് ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത്. എന്നാൽ ആ ഓട്ടോമൻ എംപയർ ഇത്രയും വലിയൊരു വിസ്തൃതിയായിരുന്നു. നേരത്തെ മൈത്രേയൻ പറഞ്ഞതുപോലെ അങ്ങേയറ്റത്ത് നിന്ന് വിയന്നയിൽ നിന്നും ഇങ്ങേയറ്റത്ത് മക്ക വരെയോ അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കോ എന്ത് ചെയ്യാൻ പറ്റും?
ഒറ്റ എംപയറിൽ നടക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ ഓട്ടോമൻ എംപയർ എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ തുർക്കി എടുക്കുകയാണെങ്കിൽ പോലും ഇന്ന് തുർക്കി ചെറിയൊരു രാജ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ആ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളായിട്ട് മാറി. ആ തുർക്കി വേറെ, സിറിയ വേറെ, സൗദി അറേബ്യ വേറെ, ഒമാൻ വേറെ, അതുപോലെ തന്നെ പിന്നെ യമൻ വേറെ, ഈജിപ്ത് വേറെ, ഇങ്ങനെ മാത്രമല്ല ഒട്ടോമൻ എംപയറിൽ യൂറോപ്പിന്റെ പല ഭാഗങ്ങളും അതൊക്കെ വേറെ വേറെ രാജ്യങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അതിർത്തി ഇല്ലാതായോ, കൂടിയോ, കുറഞ്ഞോ? ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പിന്നെ റോമൻ എംപയർ എടുക്കുക. റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിസ്തൃതിയുള്ള ഒരു സ്ഥലമായിരുന്നു റോമൻ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയ സ്ഥലം ഒറ്റ രാജ്യമായിരുന്നു, ഒറ്റ എംപയറിന് കീഴിലായിരുന്നു. ഇപ്പോഴോ? ഇപ്പം അത് പല പല രാജ്യങ്ങളാണ്, എണ്ണിയാൽ തീരാത്തത്ര രാജ്യങ്ങളാണ്. ഇന്ന് അന്നത്തെ റോമൻ എംപയർ, അതായത് 117 AD സമയത്തുണ്ടായിരുന്ന റോമൻ എംപയർ ഇന്ന് ഇപ്പോൾ ഇത്രയും ആധുനികമായിട്ട് 21-ാം നൂറ്റാണ്ടിലേക്കൊക്കെ എത്തിയപ്പോൾ, അതായത് 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന എംപയർ ഇത്രയും വലുതായിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ എത്തുമ്പോൾ ഇതൊക്കെ ഓരോരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. എന്റെ തലസ്ഥാനം ഉണ്ടായിരുന്ന ഇറ്റലി വേറെ അതെ രാജ്യം. അതെ, ഓരോന്നും ഓരോ കഷ്ണങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ അതിർത്തി കൂടിയോ കുറഞ്ഞോ? ഇനി പേർഷ്യൻ എംപയറും ഈ പറഞ്ഞതുപോലെ വലിയ ഒരു സാമ്രാജ്യമായിരുന്നു. അത് അത്രയും വലിയൊരു ലാൻഡ് വിസ്തൃതിയാണ് പേർഷ്യൻ എംപയർ ഉണ്ടായിരുന്നത് BC കാലഘട്ടത്തിലും ഒക്കെ. എന്നാൽ ഇന്ന് പേർഷ്യൻ എംപയർ എന്ന് പറയുന്നൊരു സംഭവം തന്നെ, അത് ഇറാനിനെ നമ്മൾ പേർഷ്യ എന്നൊരു ബന്ധപ്പെട്ട് പറയുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പല പല കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്. ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടുതലും നമ്മൾ എപ്പോഴും അതിർത്തികൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയല്ല നമ്മൾ കാണുന്നത്. ചില സമയത്ത് അതിർത്തികൾ കൂടുതലുണ്ടാവും, ചില സമയത്ത് അതിപ്പോ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ. ഇപ്പോൾ നേരത്തെ മൈത്രേയൻ തന്നെ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഭയങ്കര യുദ്ധമായിരുന്നു. എന്നാൽ അതേ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കം ഒറ്റ എംപയറിന് കീഴിലായിരുന്നു. ഇപ്പൊ റോമൻ എംപയർ പോലെയുള്ള ഒറ്റ എംപയറിന് കീഴിലായിരുന്നു. പിന്നെ അത് ഈ 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും പോലെയുള്ള കാര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിലാണ് വരുന്നത്. ഈ 20-ാം നൂറ്റാണ്ടിലാണ് ഇത്രയും വലിയ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധം നടന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? ഇപ്പൊ അവർ കുറച്ചും കൂടി കോപ്പറേഷനിലേക്ക് എത്തി. ഈ ശംഖം വിസയും ഒക്കെ ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അതൊരു ചേഞ്ചാണ്. ഇനി അങ്ങോട്ട് അതേപോലെ ആവുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ പോലും ഈ അതിർത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള നിലപാടുകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോളണ്ട് ഒരു നിലക്കും അതിർത്തികൾ തുറക്കൂല എന്ന് പറയുന്നു. ജർമ്മനി അത്തരത്തിൽ പറയുന്നു. അങ്ങനെ പലതും ആ അതിർത്തികൾ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആയി വരുന്നുണ്ട്. ചില ആൾക്കാർ ഭയങ്കര ലൂസ് ആക്കുന്നവരുണ്ട്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊന്നും ഒറ്റയടിക്ക് ഇങ്ങനെ കൂടുക കുറയാ എന്നുള്ള സംഭവം നടക്കുന്നൊരു കാര്യമില്ല. അതേപോലെ തന്നെയാണ് ഇപ്പം ഇന്ത്യയും ബംഗ്ലാദേശും കുറേയൊക്കെ ഭയങ്കര അതിർത്തി തന്നെ അപ്രസക്തമായ രൂപത്തിലായിരുന്നു. കുറേ ഈ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് വരെയൊക്കെ, അല്ലെങ്കിൽ 2 വർഷം മുമ്പ് വരെയൊക്കെ അതിർത്തി തന്നെ അപ്രസക്തമായ രൂപത്തിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കുറേ ബംഗാളികൾ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ അതിർത്തി ഭയങ്കര ശക്തമായി. കാരണം അവിടുത്തെ റെജീം മാറി. അത്ര സംഭവിച്ചിട്ടുള്ളൂ. അവിടെ ഹസീന പോയി, വേറെ കുറച്ച് ആൾക്കാർ വന്നു. അപ്പം എന്ത് ചെയ്തു? അവിടെ കുറച്ചും കൂടി ഹോസ്റ്റിലിറ്റി ഉള്ള, ഇന്ത്യയോട് കുറച്ചും കൂടി ഒരു ശത്രുത ഉള്ള രൂപത്തിലേക്ക് വന്നു. അവിടെ അതിർത്തി കൂടുതൽ പ്രസക്തമായി. ഇപ്പോൾ ഇന്ത്യ ചൈന ഇപ്പം ഭയങ്കര കുറച്ചും കൂടി പിന്നെ അതിർത്തി കയ്യേറ്റം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചൈന ഒരു പക്ഷേ ഇന്ത്യയുമായി ഇപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സഖ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രിക്സ് കുറച്ചും കൂടി സ്ട്രോങ് ആയി, ഇന്ത്യ ചൈനയുമായി കൂടുതൽ അടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിർത്തി അപ്രസക്തമാവും, അല്ലെങ്കിൽ അതിർത്തിക്കുള്ള പ്രസക്തി കുറയും. അപ്പോൾ അങ്ങനെ പ്രസക്തി കുറയുന്ന അവസ്ഥ ഉണ്ടാകാം. അല്ലെങ്കിൽ ഇനിയിപ്പം ഇന്ത്യയും ചൈനയും ഒരു ഹോസ്റ്റിലിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ അതിർത്തി ഭയങ്കര പ്രശ്നമായേക്കാം. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈവൻ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ പലതും പറയുന്നത് വെച്ചാൽ ഞങ്ങൾ വേറെ രാജ്യമാണെന്നാണ്. ഇപ്പം നാഗാലാൻഡ് ഫോർ ജീസസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്രിസ്ത്യൻ സായുധ സംഘങ്ങൾ നാഗാലാൻഡിലുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ ഇത് ക്രിസ്ത്യൻ രാജ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സായുധ സംഘങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പം മണിപ്പൂരിൽ അത്തരത്തിലുള്ള സംഘങ്ങളുണ്ട്. കുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. കുക്കി, അതുപോലെ തന്നെ മെയ്തി എന്നൊക്കെ പറയുന്ന 2 വിഭാഗങ്ങൾ. അവർക്ക് അവരുടേതായ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾ. അവർ പല ആളുകളും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ഏരിയകൾക്ക് വേണ്ടിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇൻ കേസ് അത് നടന്നു വിചാരിക്കുക, അതെന്താണ്? ഒരു അതിർത്തി വരലാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം ഇയാൾ പറയുന്നത് പോലെ ഒരു ലീനിയർ ആയിട്ട് ഇങ്ങനെ അതിർത്തി ഇല്ലാതാവുക എന്നുള്ളതല്ല സംഭവിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം മൂപ്പര് ആധുനിക മനുഷ്യനാണ്, മൂപ്പര് വിവരമുള്ള ആളാണ്. നമുക്കിതൊന്നും പറയാൻ പാടില്ല. അതാണ് നമ്മൾ റിയാലിറ്റി ഇങ്ങനെയാണെന്ന് പറയണം. അല്ല നമുക്കും അതിർത്തികൾ കൂടുതലുണ്ടായി, അതെ കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരുന്നതല്ല നമ്മൾ നേഷൻ സ്റ്റേറ്റ് പലപ്പോഴും അതിർത്തി ഭയങ്കര സ്ട്രോങ് ആക്കാണ് ചെയ്തിട്ടുള്ളത്. അതല്ല വേണ്ടതെന്നാണ് നമ്മളൊക്കെ ഒരു അഭിപ്രായം. അതിർത്തികൾ കുറച്ചും കൂടി ലൂസ് ആവണം. മനുഷ്യന്മാരാണ്. ആ നാഷണാലിറ്റിയുടെ പേരിലല്ല ആളുകൾ, ഒരു അഗ്രസീവ് അൾട്രാ നാഷണലിസം അല്ല വേണ്ടത് എന്നുള്ളതും കുറച്ചും കൂടി ഒക്കെ ഒരു പിന്നെ എന്താ പറയുക ഐഡിയോളജിക്കൽ ബേസ്ഡ് ആയിട്ടാണ് കുറച്ചുകൂടി ഐഡന്റിറ്റി വേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മളൊക്കെ ഒരു അഭിപ്രായം.
മൂപ്പരുടെ സ്വപ്നങ്ങളോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല. അതെ. പക്ഷെ ഇതാണ് റിയാലിറ്റി എന്ന് അത് പറയുന്നത്. അത് റിയാലിറ്റി ആണെന്ന് നമ്മൾ ഇങ്ങനെ ഒരു റിയാലിറ്റി ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോ പറയുന്ന സ്വപ്നങ്ങളാണെന്ന് പറയുന്ന പോലും ഇല്ല, അങ്ങനല്ല. അങ്ങനല്ല. എനിക്ക് വിവരമുണ്ട്. എനിക്ക് ഞാൻ വിവരമുണ്ട്. പറയണത്. ഇതൊന്നും പറയാൻ പാടില്ല, മൂപ്പരുടെ അടുത്തൊന്നും പറയാൻ പാടില്ല. ബാക്കി ഒന്ന് കേട്ടോ. തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ പറ്റൂ, ശ്രീ മൈത്രേയൻ, അല്ലാതെ കഴിയില്ല. ഞാൻ നേർക്ക് കാണുന്ന അനുഭവങ്ങൾ, നമ്മൾ കാണുന്ന വാർത്തകളൊക്കെയാണ്. ഈ കാലത്തെ വാർത്തകൾ രാജ്യങ്ങൾ അതിന്റെ ആയുധപ്പുരകളിൽ കൂടുതൽ ആയുധങ്ങൾ നിറയ്ക്കുകയും ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടാക്കുകയും ഞങ്ങൾക്ക് ഇത്ര ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടെന്ന് മേനി പറയുകയും ചെയ്യുന്ന ആയുധ കച്ചവടത്തിലൂടെ വലിയ സമ്പത്ത്. ഇത് വളരെ കൃത്യമായിട്ടൊരു പോയിന്റാണ്. കാരണം ഇവർ പറയുന്നത് വെച്ചാൽ യുദ്ധം ഇല്ലാതാവാണ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് പോട്ടെ, ഇങ്ങനെയൊക്കെ കുറച്ച് യുദ്ധങ്ങൾ അവിടെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി യുദ്ധം ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസ് ബജറ്റുകൾ കുറക്കല്ലേ വേണ്ടത്. ഇപ്പൊ സംഭവിച്ചു കൊടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രത്യേകിച്ചും ഈ റഷ്യ ഉക്രൈനിന്റെ ഒക്കെ കാര്യത്തിന് ശേഷം ഈവൻ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ, അമേരിക്കയാണ് പ്രധാനമായിട്ടും നാറ്റോയിൽ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ബാക്കി വെസ്റ്റേൺ രാജ്യങ്ങൾ എല്ലാവരും ഇപ്പം ഡിഫൻസ് ബജറ്റ് കൂട്ടി അവരുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തി അവർ പിന്നെ കൂടുതൽ ആയുധങ്ങൾ വാങ്ങി അതിങ്ങനെ ഭയങ്കര കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇയാൾ പറയുന്നത് യുദ്ധം ഇല്ലാതാവും എന്നുള്ളത്. അങ്ങനെയുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള പോയിന്റ് ആണ് മേക്ക് ചെയ്യുന്നത്. പക്ഷേ ഹാഷ്മിക്ക് വിവരമില്ലല്ലോ, മൈത്രേന് മാത്രമുള്ള വിവരം, ഒന്നും പറയാൻ പറ്റില്ല. ഉള്ള ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ പോട്ടെ, ഞാൻ പറഞ്ഞ അവിടെ അതിർത്തികൾ മാഞ്ഞ് ലോകം മുഴുവൻ ഒരു ജനതയാകുമ്പോൾ താങ്കളുടെ വിശ്വാസത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ വിശ്വാസികളെ എനിക്ക് ഇഷ്ടമേ അല്ല. താങ്കളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാകാൻ പറ്റില്ല, ബോധ്യം എന്ന് പറയണം, അല്ലെങ്കിൽ അത് അറിവ് എന്ന് പറയണം. അത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ താങ്കളുടെ ബോധ്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ മൈത്രേയൻ. പക്ഷേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രാഷ്ട്രസങ്കല്പത്തിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം എന്റെ രാഷ്ട്രമാണ്. അതൊരു മണ്ടന്മാരുടെ രാഷ്ട്രമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും റിയാലിറ്റിനെ കുറിച്ചാണ് ഹാഷ്മി സംസാരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു റിയാലിറ്റി ഇവിടെ ഉണ്ട്, ഒരു രാഷ്ട്രം ഇവിടെ ഉണ്ട്, ഒരു രാഷ്ട്ര സങ്കല്പം ഇവിടെ ഉണ്ട്. അപ്പൊ അത് മണ്ടന്മാരുടെ രാഷ്ട്രമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ഒരു പൊതുവിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടും അല്ലെങ്കിൽ കാഴ്ചപ്പാടും എത്രത്തോളം റിയാലിറ്റിയോട് വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത്. കാരണം മൂപ്പർക്കൊരു പോയിന്റ് ഉണ്ട്, എന്താ വെച്ചാൽ ആധുനികത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ കൂടുതൽ പുരോഗമിക്കുകയാണ് ചെയ്യുക എന്നുള്ള ഒരു പോയിന്റിൽ മൂപ്പർ അങ്ങേയറ്റം വിശ്വസിക്കുന്നുണ്ട്. ഭയങ്കര വിശ്വാസിയാണ് മൂപ്പര്, എന്താ പറയുക, ഒരു അന്ധവിശ്വാസിയാണ് മൂപ്പര്. അതാണ് സംഭവിക്കുന്നത്. പക്ഷേ എല്ലാ അന്ധവിശ്വാസികൾക്കുള്ളൊരു പ്രശ്നം ഇതാണ്, അവരുടെ അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന അവർക്ക് തീരെ പിടിക്കൂല. അതിനോട് ഭയങ്കര പിന്നെ അതെ, ഭയങ്കര അഗ്രസീവായിട്ടാണ് അവർ അതിനോട് പ്രതികരിക്കുക. അതന്നെയാണ് മൈത്രേയനും ചെയ്യുന്നത്. മൂപ്പരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് വിവരമില്ല, താൻ മണ്ടനാണ്, എനിക്കാണ് വിവരം, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു പൊതുവിലുള്ള ഒരു പിന്നെ ഭയങ്കരമായൊരു എന്താ പറയുക, ഒരു പരിഷ്കൃതമായൊരു സൊസൈറ്റിയിൽ ഒരു സംവാദ സംസ്കാരത്തിനോട് യോജിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റമാണ് മൂപ്പർ ചെയ്യുന്നത്. ഇതന്നെയാണ് പൊതുവിലെല്ലാം ഇപ്പം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും കുടുംബ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ മൂപ്പരുടെ ആർഗ്യുമെന്റ് ഈ രൂപത്തിലാണ്. ഒരു നിലക്കും റിയാലിറ്റിയുമായി ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുക, മറുഭാഗത്ത് ഇങ്ങനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇനിവേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.